നമസ്കാരം. നമ്മൾ കൊച്ചിക്കാർ ശ്വാസം മുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ സർക്കാരുമില്ല, രാഷ്ട്രീയക്കാരുമില്ല, ഒരു അധികൃതരുമില്ല. ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ എടുത്തൊരു വിഷ്വലാണിത്. ഇത് കൊടൈക്കനാലോ മൂന്നാറോ ഒന്നും അല്ല, കൊച്ചിയാണ്. ഈ സമയം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുന്നത് 192 ആണ്. അതായത് അൺഹെൽത്തി എന്ന് പറയുന്ന കണ്ടീഷൻ. ഞാൻ ഇതിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ 9 മണിക്ക് ചെക്ക് ചെയ്യുമ്പോൾ 193 ആ സമയത്തുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നു എന്നതല്ലാതെ ഇവിടെ അന്തരീക്ഷത്തിന് യാതൊരു മാറ്റവും ഇല്ല. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നത് രാത്രി സമയത്താണ്. കൊച്ചിയുടെ തൊട്ടടുത്തുള്ള അമ്പലമുകളും ഏലൂരും പോലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരാവുന്നത്. കാരണം രാത്രി ഒരു 11 മണിക്കൊക്കെ നമ്മുടെ ഡോറോ ബാൽക്കണി ഡോറോ ഒക്കെ തുറന്നിടുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു അവസ്ഥ, എന്തൊക്കെയോ കത്തുന്നത് പോലെയുള്ള മണം. ഇതൊന്നും ഇവിടെ നിയന്ത്രിക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സമയമില്ല. ഇത് മോണിറ്റർ ചെയ്യാൻ അവർക്ക് നേരം കിട്ടുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 3-4 എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെഷീനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 4-ൽ 1 പോലും പ്രവർത്തിക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. മൊബൈലിൽ കാണുന്ന ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന കണക്കാണ് ഞാൻ ഈ പറയുന്നത്. എയർ പൊല്യൂഷൻ ഉണ്ടാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൺസ്ട്രക്ഷൻ സമയത്തുണ്ടാവുന്ന പൊല്യൂട്ടൻസ് ആണ്. ഇത് നിയന്ത്രിക്കാനും വ്യക്തമായ നിയന്ത്രണങ്ങൾ ഇവിടെ ഇല്ല. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കൃത്യമായി കൺസ്ട്രക്ഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കവർ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇതും എയർ പൊല്യൂഷന് ഒരു മുഖ്യ കാരണമാണ്. കൊച്ചി മെട്രോ റെയിൽ അവർക്ക് തോന്നുന്നത് പോലെയാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അവർ തോന്നുന്നത് പോലെ കുഴിക്കുന്നു, തോന്നുന്നത് പോലെ മണ്ണെടുത്ത് റോഡിലിടുന്നു. ഇതെല്ലാം പൊടിപടലമായിട്ട് മാറുന്നു, നമ്മളിത് ശ്വസിക്കുന്നു. അവർ പണി തീർക്കുമ്പോൾ പണി തീരും. ഇതൊന്നും അല്ല ഇവിടെ നടക്കേണ്ടത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് അളക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മെഷീനുകൾ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് ആക്കുക. കൂടുതൽ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള മെഷീനുകൾ സ്ഥാപിച്ച് നമുക്ക് ഇതിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർ അനങ്ങില്ല. ഇവിടെ ഇതൊരു വലിയ വിഷയമായി മാറി ജനങ്ങൾ അസുഖബാധിതരായി മാറി മരണം സംഭവിക്കുന്നത് വരെ ഒരു അധികൃതരും ഇതൊന്നും കാണില്ല. ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ കൊച്ചി നഗരം ഡൽഹിയോ കൊൽക്കട്ടയോ ഒക്കെ ആയി മാറാൻ വലിയ കാലതാമസമൊന്നുമില്ല.